നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. 2 ദിനം കൂടി കഴിഞ്ഞാൽ ശിവരാത്രിയായി. പ്രിയ ഭക്തർ ഏവരും ശിവരാത്രി വ്രതം ആചരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കാണും. അതിനാൽ തന്നെ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്ത് ശിവക്ഷേത്രമായ ആഴിമല ശിവക്ഷേത്രം അവിടെ നിന്ന് തന്നെ തുടങ്ങിയേക്കാമെന്ന് ഞാനും കരുതുന്നു. ഗംഗാധരേശ്വര പ്രതിമ വന്നതോടുകൂടി ഈ അടുത്ത കാലത്ത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു ശിവക്ഷേത്രമായി മാറിയിരിക്കുകയാണ് ആഴിമല. ശിവക്ഷേത്രമായതിനാൽ തന്നെ ഇവിടെ ശിവരാത്രി വിശേഷ ദിവസമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ കയറുമ്പോൾ തന്നെ ശിവനും പാർവതിക്കും ഗണപതിക്കും യോഗീശ്വരനും പ്രത്യേകം സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ അനുഗ്രഹം വാങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശ്രദ്ധേയമാവുന്നത് ഇവിടുത്തെ കേവ് ടെമ്പിളാണ്. അതായത് ഒരു ഗുഹാക്ഷേത്രം ഇവിടെ ഈ അടുത്ത കാലത്തായി നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അതിനായി ഈ കൗണ്ടറിൽ നിന്നും നമുക്ക് ടിക്കറ്റ് ലഭ്യമാണ്. 100 രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. ടിക്കറ്റുമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ദേവസ്വം സ്റ്റാഫ് ടിക്കറ്റ് വെരിഫൈ ചെയ്യുകയും ഈ കാണുന്ന ഗുഹയിലേക്ക് നമുക്ക് പ്രവേശിക്കാനും ആകും. ഇവിടുത്തെ ഈ ഗുഹാക്ഷേത്രവും ഈ കാണുന്ന ഗംഗാധരേശ്വര പ്രതിമയും എല്ലാം സ്വദേശീയരായ നമ്മെ മാത്രമല്ല വിദേശീയരെയും ആകർഷിക്കുന്നു. ഗുഹയ്ക്കുള്ളിലേക്ക് പടിക്കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുക നമ്മുടെ തിരുവനന്തപുരത്തെ അനന്തശയനം പോലെ ശിവശയനം എന്ന ഒരു കൊത്തുപണിയാണ്. പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ ശക്തമായ കാളകൂട വിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാനം ചെയ്യുകയും വിഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പാർവതീദേവിയും മറ്റ് ദേവീദേവന്മാരും ശിവശയനത്തിന് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് ശിവരാത്രി സങ്കല്പം. ആ ഒരു സങ്കല്പം തന്നെയാണ് ഇവിടെ ഈ ശിവശയനം എന്ന ഈ ഒരു രൂപം നിർമ്മിച്ചതിലൂടെ അവർ ഭക്തർക്ക് സൂചന നൽകുന്നത്. ഓരോ ശിവഭക്തനും കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകുന്ന ഒരു അഴക് തന്നെയാണ് ഈ പ്രതിമ. അടുത്തതായി വരുന്നത് സദാശിവ മൂർത്തിയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ 25 തലയും 50 കൈകളും ഉള്ള ഒരു മൂർത്തി ഭാവം. ഇതിനടുത്തായി തന്നെ കന്നിമൂല ഗണപതിയും മുരുകനും ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് പടികളിറങ്ങി 2ാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭദ്രകാളി രൂപവും അതിനടുത്തായി തന്നെ മെഡിറ്റേഷൻ റൂമും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ഈ ഒരു ഗുഹ 3 നിലകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ നിലകളിലേക്കും ഇറങ്ങാനായി സ്റ്റെപ്പുകളുണ്ടായിരിക്കും. മാത്രമല്ല നല്ല വായു സഞ്ചാരത്തിനും മറ്റുമായി AC-യുടെ സജ്ജീകരണവും ഇതിനകത്ത് ഉണ്ട്. ഈ 3 നിലകളിലും 1ാമത്തെയും 3ാമത്തെയും നിലകൾ മനുഷ്യനിർമ്മിതമാണെങ്കിലും 2ാമത്തെ നിലയിൽ കുറച്ചൊക്കെ പ്രകൃതിയാലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. 2ാമത്തെ നിലയിൽ നമുക്ക് ശിവലിംഗം കാണാനായി സാധിക്കും. കേരളത്തിലെ നമ്മുടെ ശിവക്ഷേത്രങ്ങളിൽ വളരെ വിരളമായി മാത്രമാണ് ഇത്രയും വലിയ ശിവലിംഗങ്ങൾ കാണാൻ സാധിക്കുന്നത്. ശിവലിംഗങ്ങളുടെ ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നുവെന്ന് ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. പല രൂപത്തിലും ഭാവത്തിലുമായി ശിവപാർവതിമാരെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കാണുന്നത് പഞ്ചമുഖ ശിവനെയാണ്. ഇത് അഘോരമൂർത്തിയാണ്. അടുത്തതായി കാണുന്നത് ഹരിഹര സങ്കല്പമാണ്. ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും മുഖങ്ങൾ പകുതി ചേർന്ന രൂപം. അത് ഇരുവശങ്ങളിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ശിവനെയും മഹാവിഷ്ണുവിനെയും തിരിച്ചറിയാൻ സാധിക്കും. അടുത്തതായിട്ട് പഞ്ചമുഖ രാവണനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ശിവരാത്രി സങ്കല്പമെന്ന് പറയുമ്പോൾ ശിവൻ കാളകൂട വിഷം കുടിച്ചത് മാത്രമല്ല ശിവപാർവതി പരിണയം കൂടിയാണ് ചരിത്രങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. മനോഹരമായ ഒരു താമരയുടെ പുറത്ത് ശിവനും പാർവതിയും
ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 3 നിലകളും കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് പ്രസാദമായി ഇതുപോലത്തെ രുദ്രാക്ഷമണികൾ ലഭിക്കുന്നതാണ്. അങ്ങനെ നാം അവിടെ നിന്നും പുറത്തിറങ്ങുന്നത് കടലിന് അഭിമുഖമായിട്ടാണ്. വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധ നേടിയതോടുകൂടി ഇവിടെ വലിയ കപ്പലുകൾ നങ്കൂരമിടുന്നതും അതോടൊപ്പം തന്നെ സൂര്യാസ്തമയവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് പടിക്കെട്ടുകൾ കയറി നാം ഈ കാണുന്ന ഗംഗാധരേശ്വര രൂപത്തിന് പിന്നിലാണ് വരുന്നത്. ഗംഗാധരേശ്വര രൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവൻ തൻ്റെ ജടയിൽ ഗംഗാദേവിയെ വഹിക്കുന്നു എന്നതാണ്. അത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്നും കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റാച്യുവിന് 58 അടിയാണ് ഉയരമുള്ളത്. 11 വർഷത്തെ പ്രയത്നഫലമാണ് ഇത്. തീർച്ചയായും ശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങൾ ശിവക്ഷേത്രം സന്ദർശിക്കുമ്പോൾ ഇവിടെ വരാൻ ശ്രമിക്കുക. മനസ്സിനും ശരീരത്തിനും കുളിർമയും ആശ്വാസവും നേടുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും നേടാം. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ അടുത്ത വീഡിയോകളും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.